വലിയ ആളായൊന്നും നോക്കൂല, ഒരടി അങ്ങോട്ട് വെച്ചു ഞാൻ. പിന്നെ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ മുഴുവൻ കണ്ട അനാഥ മന്ദിരത്തിന് എഴുതി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ ഭ്രാന്തണ്ടോടി നിനക്ക്? ഈ ഏട്ടനുള്ളപ്പോ നിനക്കും നിന്റെ മോക്കും ഒരു സങ്കടം ഉണ്ടാകാൻ ഈ ഏട്ടൻ സമ്മതിക്കില്ല. എനിക്കുള്ളതെല്ലാം എന്റെ ഗീതുമോളും വേണു ഏട്ടനും ഒക്കെ അനുഭവിക്കണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. വേണുവും ഗീതുവും തമ്മിലുള്ള വിവാഹം, അതല്ലേ നമ്മുടെ ആഗ്രഹം. അതെന്ന് നടക്കുന്ന ഏട്ടൻ ഈ പറയണേ? നമ്മുടെ ഗീതുമോള് അവിടെ ഒരു അന്യയെ പോലെ നിറവയറും പൊത്തിപ്പിടിച്ച് കണ്ണീരൊഴുക്കി കഴിയുന്നു. അവൾ എങ്ങനെ ജീവിച്ച കുട്ടിയാണെന്ന് അറിയാലോ ഏട്ടന്. രാജകുമാരി ഇപ്പൊ ഇവിടുത്തെ സ്ഥിതി എന്താ? ഓരോരുത്തരുടെ കുത്തുവാക്കും പഴിയും കേട്ട് പേടിച്ച് കഴിയുന്നു. ഇതെന്ത് ജീവിതമായിട്ടാ? എന്നിട്ടോ കണ്ണിടം നിരങ്ങിയവള് വേണുവിനോടൊപ്പം സുഖിച്ച് ജീവിക്കുന്നു. കണ്ടിട്ട് സഹിക്കുന്നില്ല ഏട്ടാ. ഏട്ടൻ ഇതെങ്ങനെ കണ്ടു നിൽക്കാൻ കഴിയുന്നു? നീ വിഷമിക്കാതെ ലക്ഷ്മി, ഇനി അധിക നാളൊന്നും ആ കാഴ്ച കണ്ട് സങ്കടപ്പെടേണ്ടി വരില്ല നമുക്ക്. അംബിയെ അനുഭവിക്കുന്നത് അവളുടെ ജീവിതത്തിലെ അവസാന സന്തോഷമാ. നീ ധൈര്യമായിട്ടിരിക്കുക. ആർക്കും കഴിഞ്ഞില്ലെങ്കിൽ ഞാനതങ്ങ് ചെയ്യും. തമ്പുരാട്ടി പള്ളിയുറക്കത്തിന് പോവുകയാണല്ലേ? നിനക്കുറങ്ങാം, സുഖമായിട്ട് ഉറങ്ങാം. ഉറക്കം നഷ്ടപ്പെട്ടത് ഇവിടെ ഞങ്ങൾ ചിലരുടെയൊക്കെ ആണല്ലോ. നീ മിടുക്കിയാണ് അമ്പിയെ. ഒരാണിനെ വെറും പെൺകോന്തലാക്കാനുള്ള കഴിവ് നിനക്കൊണ്ട് സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്റെ മകനിപ്പോ അതാ പെൺകോന്തൻ. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറയുന്നത് എന്തെന്ന് മനസ്സിലാവുന്നുണ്ട് നിനക്ക്. മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും നിനക്കത് മനസ്സിലാവും. നീ ബുദ്ധിയുള്ളവളാ. ഞങ്ങൾക്കൊക്കെ ഒരു സ്വപ്നമുണ്ടിപ്പോൾ. ഗീതുമോളുടെയും വേണുവിന്റെ വിവാഹം, ഗീതുവിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ ഭാവി, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ. ആ സ്വപ്നങ്ങൾക്ക് മീതയാ നീ ഇപ്പൊ നിന്റെ പാ വിരിച്ച് കിടന്നുറങ്ങുന്നത്. മതി, ഇനി അത് മതിയാക്കാം പിയെ. കഴിഞ്ഞു പോയത് തിരികെ കിട്ടില്ല, അതങ്ങ് പോട്ടെ. നീ എന്റെ മകനെ സ്നേഹിച്ചതും അവനെ ചതിച്ച് നീ നിന്റെ കഴുത്തിൽ ഒരു മിന്നു കെട്ടിച്ചതും ഒക്കെ അങ്ങ് പോട്ടെ. നിനക്ക് കൂടെ കഴിയാനും നിന്നെ സ്വീകരിക്കാനും ഒക്കെ വേറെ ആളുകളുണ്ടല്ലോ. നിന്നെ തേടി ഇപ്പോഴും ഇവിടെ വരുന്ന ചെറുപ്പക്കാരൻ. നിനക്ക് അവനൊക്കെ പോരെ? എന്റെ വേണുവിനെ വെറുതെ അങ്ങ് വിട്ടൂടെ? നീ പറ, എത്ര വേണം നിനക്ക്? ഞാൻ തരാം. അന്യരുടെ മുന്നിൽ കൈ നീട്ടാതെ കഴിയാനുള്ള പണം ഞാൻ തരാം നിനക്ക്. ഞാൻ വില പറയുന്നില്ല. എന്റെ മോന്റെ ഭാര്യാവധം വിട്ടൊഴിഞ്ഞു പോകാൻ നീ നിനക്ക് പറയുന്ന വില എത്രയാ? വേണുവിന് പകരം നിങ്ങൾക്കൊരു മകളായിരുന്നെങ്കിൽ ആ മകൾക്കും നിങ്ങൾ ഇങ്ങനെ വില ചോദിക്കായിരുന്നോ? അങ്ങനെ ചോദിക്കുമായിരുന്നെങ്കിൽ ആ മകൾക്ക് നിങ്ങൾ കൽപ്പിക്കുന്ന വില അതെനിക്ക് തന്നാ മതി. സ്വന്തം മകൾക്ക് ഒരച്ഛൻ നെറ്റിയിൽ എഴുതി വെക്കുന്ന വില. ശബ്ദം വെക്കണ്ട, കൈ ഉയർത്തുകയും വേണ്ട. എനിക്ക് വിലയിട്ട നിമിഷം മുതൽ നിങ്ങൾ എനിക്ക് അന്യനാ, വെറും അന്യൻ. എനിക്ക് വേണ്ടി ഇപ്പൊ ഏതെങ്കിലും മൂർത്തിയുടെ മുമ്പിൽ നിന്ന് മനമുരുകുന്ന ഒരു അമ്മയുണ്ട്. ആ അമ്മയുടെ പ്രാർത്ഥനയുടെ ശക്തി മതി എനിക്ക്. തൊടില്ല എന്നെ ഒരാളും. അതേടി, നീ എനിക്കും വെറും അന്യയാ. ഏതോ തെരുവിൽ നിന്നും എന്റെ കുടുംബം തകർക്കാൻ കയറി വന്ന വെറും പെണ്ണ്. ഒഴിഞ്ഞു പൊക്കോണം. എന്റെ മരണം എന്റെ കൈകൊണ്ടാവരുത്.
വേണുവേട്ടന്റെ ഒപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചതിന്റെ പേരിൽ എനിക്ക് ഈശ്വരന്മാർ വിധിക്കുന്നത് നിങ്ങളൊക്കെ കൂടി കൽപ്പിക്കുന്ന മരണമാണെങ്കിൽ ഞാനത് സ്വീകരിച്ചോളാം, സന്തോഷത്തോടെ. നീ ഒരുപാടൊന്നും കാത്തിരിക്കേണ്ട അമ്പികേ, നിന്റെ ആയുസ് ഒടുങ്ങാറായി. പിറന്നു വീണ കുഞ്ഞിനെ കാണാതായി. നഗരത്തിലെ പ്രമുഖ ഹോസ്പിറ്റലിൽ നിന്ന് പിഞ്ചു കുഞ്ഞിനെ കാണാതായി. ഈ കാണാതായതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രതിയെക്കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന കിട്ടിയിട്ടുണ്ടെന്ന് SP ഹരിശങ്കർ. അർജുന കേട്ടോടാ, പോലീസിന് പ്രതിയെക്കുറിച്ച് വ്യക്തമായ വിവരം കിട്ടിയിട്ടുണ്ടെന്ന്. കിട്ടിയെങ്കിൽ അങ്ങ് പിടിച്ചാ പോരെ, ചുമ്മാ ഓടൂ. കാണാതായ കുട്ടിയുടെ മതി, ഇങ്ങനൊരു വാർത്ത ഇതിലില്ലെന്ന് എനിക്കറിയാം. തനിക്ക് എന്തിന്റെ സൂക്കേടാണ്? എന്നെ കളത്താൻ നോക്കല്ലേ. ഞാനൊരു തമാശ കാണിച്ചതാ. അവിടെ നിനക്കൊന്നും എത്ര കൊള്ളുന്നു? നഷ്ടപ്പെട്ടത് നിന്റെ കൊച്ചൊന്നും അല്ലല്ലോ. ആ പത്രം ചുരുട്ടി കളഞ്ഞു. എടാ, ഞാനത് വിരിച്ച് കിടക്കാൻ വേണ്ടി എടുത്തോണ്ടാ. അണ്ണാ, നിങ്ങൾക്കറിയാവോ കുഞ്ഞെവിടെയാന്ന്? അതിനെ റാഞ്ചി തരാന്നറിയാവോ? ഞാനെങ്ങനെ അറിയാനാ? അണ്ണൻ ഉണ്ടായിരുന്നല്ലോ ഹോസ്പിറ്റൽ രാത്രിയിൽ. അതൊക്കെ നേരാ. പക്ഷെ ഈ കുഞ്ഞിനെ അടിച്ചോണ്ട് പോയ പരിപാടിയില് ഞാനില്ലപ്പാ. കൊണ്ടുപോയവൻ വിറ്റ് കാണും നല്ല കാശിന്. ചിലയിടത്തൊക്കെ ഈ ബിസിനസ്സേ ഇപ്പൊ ട്രെൻഡായിട്ട് മാറിയിരിക്കുക. ലക്ഷങ്ങളാ മറിയുന്നേ, ലക്ഷങ്ങൾ. ഇതിനും പരിപാടിയാ. നീ എന്തിനാ എന്നെ നോക്കുന്ന? ലക്ഷങ്ങൾ കിട്ടിയിട്ട് ഞാനെന്ത് കാണിക്കാനാണ്? 10 സെന്റ് സ്ഥലം വാങ്ങി വലിയൊരു വീടും വെച്ച് കെട്ടിയോളും കുട്ടികളായിട്ട് ജീവിക്കാനൊന്നും പറ്റില്ലല്ലോ. എന്റെ നിഴല് കണ്ടാ പൊക്കാൻ നടക്കുമല്ലേ കാക്കിപ്പടാ. അല്ല, നിനക്കെന്താടാ ആ കൊച്ചിനെ കാണാതായതിൽ ഇത്രയ്ക്ക് സങ്കടം? നീ സന്തോഷിക്കല്ലേ വേണ്ടത്. പിന്നെ എന്തെങ്കിലും നിനക്ക് മൈനയുടെ കൂട്ടിക്കേറാൻ ഒത്താൻ, കരഞ്ഞു വിളിച്ച് കാത് പൊട്ടിക്കാൻ അങ്ങനെ ഒരു കുഞ്ഞുണ്ടാവില്ലല്ലോ. എന്തേ, ലോട്ടറി അടിച്ചത് നിനക്കാടാ. മോനെ, ഭൂലോക തെമ്മാടി, ഈ ലോട്ടറി അടിക്കാൻ വേണ്ടി നീ റാഞ്ചിക്കൊണ്ട് പോയതാണോടാ പൊടിക്കുഞ്ഞിനെ? ആണോടാ? നീയാണോ ആ ആള്? അണ്ണാ, വെറുതെ വായി തോന്നി വിളിച്ച് പറയരുത്. ഒരാളെ നന്നാവുന്ന സമ്മതിക്കില്ലേ? നിങ്ങളോ നന്നാവുന്നില്ല. എനിക്ക് പാവം മൈനയുടെ കാര്യം ഓർത്തിട്ടാ. അവളിത് എങ്ങനെ സഹിക്കുക? അയ്യോ, ഞങ്ങൾ ചോദിക്കും, ഓരോന്നോരോന്നായി ചോദിക്കും. പെങ്ങന്മാരും ചേട്ടന്മാരും കറക്റ്റായിട്ടങ്ങ് ഉത്തരം തന്നാൽ ഈ കലാപരിപാടി നമുക്ക് വേഗം അങ്ങ് അവസാനിപ്പിക്കും. അല്ലാതെ മോട കാണിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഇതാ കണ്ടോ, മതം പൊട്ടിയാ ജോണ് നിൽക്കുന്നത്. ഉത്സവപ്പറമ്പില് ആന ഇടഞ്ഞതുപോലെ ആവും. എല്ലാത്തിനും ചവിട്ടി തേക്കും ജോൺ. അല്ല ജോണേ? സാറിങ്ങി പറഞ്ഞാ മതി, കുറച്ച് പെരുകൊള്ളാം ഞാൻ. പിന്നെ ഇതുങ്ങൾക്ക് ഒന്നിനും രണ്ടിനും പോകണമെങ്കിൽ പാടിക്കുത്തി പോകേണ്ടി വരും.
കേട്ടല്ലോ. അതുകൊണ്ട് മോട വേണ്ട. ആദ്യം പെങ്ങന്മാര് പേര് പറ, കേക്കട്ടെ. പേര് പറയണി. കുഞ്ഞുമോള്. നെക്സ്റ്റ്. റാണി. ഷിബു. നിന്നോട് ഞാൻ പേര് ചോദിച്ചോ ഷിബു? സാറ് ചോദിക്കും, അതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ശരി സർ. അപ്പൊ ഷിബു, ഇത് അരവിന്ദൻ. നിങ്ങൾക്കായിരുന്നു അന്ന് അവിടുത്തെ ചാർജ്. പെങ്ങന്മാരകത്തും അണ്ണന്മാര് വെളിയിലും, അല്ലേ ജോണേ? അതെ സാറേ, ഇവരറിയാതെ അന്ന് ഇവിടെ ഒരു ഈച്ച പോലും അനങ്ങില്ല. ഇവർക്കറിയാം സംഭവിച്ചത് എന്താണെന്ന്. അതിനറിയില്ലെന്ന് ഇവരാരും പറഞ്ഞില്ലല്ലോ, അല്ലേ? അവർക്കറിയാം. ആ അറിവല്ലേ ഇപ്പൊ നമ്മളോട് മണി പോലെ പറയാൻ പോകുന്നത്, അല്ലേ? പറഞ്ഞോ. അന്ന് രാത്രി എന്താ സംഭവിച്ചത്? ആ കുഞ്ഞ് എങ്ങനെയാ ഇവിടുന്ന് മിസ്സിംഗ് ആയത്? ആദ്യം കുഞ്ഞുമോള് പറ. പറഞ്ഞത് കേട്ടില്ലേ? ഞങ്ങൾക്കൊന്നും അറിയില്ല സാറേ, സത്യ. ജോണേ. സർ, നീ കുറെ നേരം വായിലോടാ. ചോദിക്കുമ്പോ മറുപടി പറഞ്ഞ ജോണേ, വേണ്ട. ഇത് ഹോസ്പിറ്റലാ. ഷിബുവിനെ നമുക്ക് നമ്മുടെ താവളത്തിലേക്ക് കൊണ്ടുപോവാം. സാറേ. എന്താ റാണി? റാണിക്കറിയാമോ സത്യം? പറഞ്ഞോ, പേടിക്കണ്ട. ഡെലിവറി എടുത്തു കഴിഞ്ഞ് കുഞ്ഞിനെ തൊട്ടിൽ കിടത്തിയ ഞാനും കുഞ്ഞുമോളും പോകുന്നവരെ മൈനേരെ അടുത്ത് തന്നെ കുഞ്ഞുണ്ടായിരുന്നു. എവിടെ പോയപ്പോ? 6 മണി കഴിഞ്ഞ ഷിഫ്റ്റാ, പിന്നെ വേറെ നഴ്സുമാരാ. അപ്പൊ പുലർച്ചെയാണ് കുഞ്ഞ് മിസ്സിംഗ് ആയത്. നിങ്ങൾക്കാണെങ്കിൽ ഒരറിവുമില്ല. അരവിന്ദേട്ടൻ എന്താ ജോണേ മിണ്ടാത്തേ? ചിലർ എങ്ങനെയാ സാറേ, 2 എണ്ണം കിട്ടിയാലേ വാ തുറക്കും. ഇവര് പറഞ്ഞതിൽ കൂടുതൽ ഒന്നും പറയാൻ എനിക്കില്ല സാർ. കളിക്കല്ലേ? പ്രസവം മുറിയുന്ന കുഞ്ഞിനെ കാണാതെ പോയത്. സംഭവത്തിന്റെ സീരിയസ്നെസ് അറിയാമല്ലോ. സാർ ഒരു വാക്ക് പറ സാറേ. ഇവരെ കൊണ്ട് ചരിത്രവും ഭൂമിശാസ്ത്രം വരെ ഞാൻ പറയിക്കാം. വേണ്ട ജോണേ. നിങ്ങൾ പോയിക്കോ. എന്നിട്ട് ശരിക്കും ഒന്ന് ആലോചിക്ക്. ഞങ്ങൾ ഇനി വരുമ്പോ പറഞ്ഞാ മതി. വയ്ക്കോ. എന്താ സാർ? അത് നിങ്ങൾക്കൊന്നും അറിയത്തില്ലടോ. ഹരിസാർ എവിടെയുണ്ട്? സാറേ. ആർക്കും ഒരു സൂചനയും തരാനാവുന്നില്ലല്ലോ അമ്മണിയമ്മേ. കഴിഞ്ഞ രാത്രിയിലോ വേറെ എപ്പോഴെങ്കിലുമോ അസ്വാഭാവികത തോന്നുന്ന ആരെങ്കിലും ഇവിടെ വരികയോ മറ്റോ ചെയ്തതായി അമ്മണിയമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും തോന്നിയില്ല. അങ്ങനെ ആരെങ്കിലും? ഇല്ല സാറേ. അപ്പോ രഘു, അമ്മണിയമ്മയുടെ മകൻ? അവൻ വന്നതും പോയതും സാറ് കണ്ടതാണല്ലോ. ഞാൻ അറിഞ്ഞത് രഘു 1-2 ദിവസമായി ഇവിടെ ചുറ്റിപ്പറ്റി ഉണ്ടെന്നാണ്. അവൻ എന്തിനാ സാറേ ആ പൊടി കുഞ്ഞിനെ എടുത്തോണ്ട് പോയിട്ട്? ഈ അർജുനൻ നിങ്ങളോട് വരുമ്പോ ഇവിടെ ഉണ്ടായിരുന്നോ? അതോ? അതെ, ആ കൊച്ചിനെ ഇങ്ങനെയൊക്കെ സംശയിച്ച മഹാഭാവം കിട്ടും സാറേ. പിന്നെ ആരാ എന്നെ മൈനയുടെ കുഞ്ഞിനെ കൊണ്ടുപോയത്? ആർക്കാ അതിനെ ഇവിടുന്ന് എടുത്തിട്ട് കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അന്വേഷിക്കണം സാറേ. പ്രസവിച്ചിട്ട് സ്വന്തം കുഞ്ഞിന്റെ മുഖം പോലും കാണാൻ കഴിയാതെ ചങ്കുപൊട്ടി കരയുന്ന ആ പെങ്കൊച്ചിനെ കണ്ടിട്ട് സഹിക്കുന്നില്ല. ആ സങ്കടം ഒരാൾക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരമ്മയുടെ കണ്ണീരാ അത്. ഇത് ചെയ്തത് ആരായാലും വെറുതെ വിടരുത് സാറേ. സംശയം തോന്നുന്ന ഒരാളെയും വെറുതെ വിടരുത്. അതാരായാലും ശരി. അത് ഇനി സംശയിക്കാൻ ചാൻസ് ഉള്ളത് നിങ്ങളെയാ. അത് ഇനി സംശയിക്കാൻ ചാൻസ് ഉള്ളത് നിങ്ങളെയാ. സത്യം പറ അമ്മണിയമ്മയ്ക്ക്. സന്തോഷമായി സാറേ, അത് നന്നായി. സാർ എന്നെ സംശയിക്കാണല്ലേ? നന്നായി. അമ്മണിയമ്മ, അത്
ഞാൻ വെറുതെ ആക്കണ്ട സാറേ, കാര്യമായിട്ട് തന്നെ അങ്ങ് ചോദിക്കേ. എനിക്കറിയാവുന്നത് ഒരിക്കൽ കൂടി ഞാൻ പറയാം. ചോദിക്കുന്നില്ലേ? എന്നാൽ എനിക്കൊരാളെ സംശയമുണ്ട്. ഞാൻ പറയട്ടെ? സാറിനെ എനിക്ക് സംശയം. എന്താ സാറ് പറയും പോലെ ആ കുഞ്ഞിനെ കാണാതായതിൽ സാറിന് അറിവുണ്ടോ സാറേ? നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയുന്നത്? എത്രയൊക്കെ സാറ് പറഞ്ഞാലും മാനസിയോളം വലുതല്ല സാറിന് മൈന. ഉപ്പോളം വരില്ല സാറേ ഉപ്പിലിട്ടത്. ഈ കുഞ്ഞ് ജനിച്ചാൽ സിദ്ധാർത്ഥിനെ തടഞ്ഞു നിർത്താൻ സാറിനെ കൊണ്ടാവില്ലെന്ന് സാറിനും അറിയാം. അവൻ വരും, ഉറപ്പാ. മൈന ഒരു പെണ്ണാ. സ്വന്തം കുഞ്ഞിന്റെ അച്ഛനെ തടഞ്ഞു വെക്കാൻ അവൾക്കാവില്ലെന്ന് സാറിനും അറിയാം. സിദ്ധാർത്ഥനും മൈനയും ഒരുമിച്ച് കഴിയാൻ തീരുമാനിച്ചാൽ മാനസെ സാർ എങ്ങനെ സമാധാനിപ്പിക്കും? മാനസയ്ക്ക് വേണ്ടി സാറാണ് മൈനയുടെ കുഞ്ഞിനെ എടുത്തു മാറ്റിയെന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊക്കെ ഞാനത് ചെയ്യൂ? എന്നെ അറിയില്ല അമ്മണിയമ്മയ്ക്ക്. എനിക്കറിയാം സാറേ, പൊന്നുപോലത്തെ മനസ്സായത്. എന്നാൽ കുറെ നാളുകളായിട്ട് പഴയ ഹരിസാറിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അമ്മണിയമ്മയ്ക്ക് മനസ്സിലാവും. എന്ത് മാറ്റം നിങ്ങൾ എന്നിൽ കണ്ടത്? പറയേ. ഒന്നും എണ്ണി പറയാനും മാത്രം എടുത്തു വെച്ചിട്ടില്ല. മൈനയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന അന്ന് ഞാൻ എത്ര വട്ടം സാറിന് ഫോൺ ചെയ്തു. സഖി കെട്ടിട്ടാവാം സാറാ ഫോൺ ഓഫ് ചെയ്തത്. ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു. അത് മാത്രമല്ല, ഒരുപാടുണ്ടങ്ങനെ പറയാൻ. പറയുന്നില്ല. പാവം, ഞാനിതൊന്നും മൈനെ അറിയിച്ചിട്ടില്ല. അറിയിച്ചാൽ സാറിന്റെ പേര് പറയുമ്പോൾ തുള്ളിച്ചാടുന്ന ആ കൊച്ചിന്റെ ഉള്ള് തകർന്നു പോകും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അമ്മണിയമ്മയ്ക്ക് അറിയില്ല എന്നെ. ഞാൻ അങ്ങനെയൊക്കെ എന്റെ മൈനയോട് അറിയാം. ഭാര്യയും മോളും ജീവിതമൊക്കെ ആയി കഴിഞ്ഞപ്പോ മൈന ഒരു ബാധ്യതയല്ലേ? സാറിന് ഞാൻ കുറ്റം പറയില്ല. എനിക്കതിനുള്ള അവകാശമില്ല. സാറേ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും സാറിന്റെ മോന ആ സ്ഥാനത്താ ഞാൻ കാണുന്നേ. ആർക്കും വേണ്ടതായെങ്കിൽ ആ കൊച്ചിനെ മൈനെ എനിക്ക് തന്നേരെ. ഞാൻ നോക്കിക്കൊള്ളാം. എന്റെ കാലം കഴിയുന്നത് വരെ ഒരു കാര്യം മാത്രം ചെയ്തു തന്നാ മതി. അവളുടെ ആ കുഞ്ഞിനെ അങ്ങ് തിരിച്ചു കൊടുത്തേരെ സാറേ. എനിക്കെന്റെ മോളെ കാണണം. എനിക്കെന്ത് കണ്ടാ മതി. എന്നൊന്ന് കാണിക്കോ? എന്റെ കുഞ്ഞല്ലേ ഹരിയേട്ടാ, ഞാൻ പ്രസവിച്ചതല്ലേ.
ഞാനതിന്റെ അമ്മയല്ലേ? ഒരിക്കലെങ്കിലും അതിന്റെ മുഖം ഒന്ന് കാണണ്ടേ എനിക്ക്? പറ അമ്മണിയമ്മേ, എന്റെ കുഞ്ഞിനെ എനിക്ക് തരാൻ പറ. സാറേ, എനിക്കിത് കണ്ടിരിക്കാൻ വയ്യ. ആരാ ഹരിയേട്ട എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയത്? എന്തിനാ? ഇത്രയും ശിക്ഷിക്കാൻ ഞാൻ എന്ത് തെറ്റാ ഹരിയേട്ട ചെയ്തത്? പറ ഹരിയേട്ട. എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ ആരാന്നെങ്കിലും പറ, ആരാ അത് ചെയ്തത്? ആരാണെങ്കിലും കാല് പിടിക്കാൻ ഞാൻ. ഇല്ലെങ്കിൽ അയാളോട് പറ എന്നെ ഒന്ന് കൊന്നു തരാൻ. എനിക്കിനി ജീവിക്കണ്ട. എന്നെ ഒന്ന്